ചേട്ടാ അവൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാണ് പയ്യന് വേറെ ആരെയും കെട്ടൂല എന്നുള്ളത്. ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞതല്ലേ, അവളല്ലേ വാശി പിടിക്കുന്നത്. ഞാൻ 2-3 പയ്യന്മാരെ കൊണ്ടുവന്നു, അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് അനുയോജ്യമായ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു പയ്യനെ കൊണ്ടുവന്നപ്പോൾ അവൾക്കത് പറ്റില്ല. ഇപ്പോൾ ഉള്ള പിള്ളേരെല്ലാം അവരവർക്ക് ഇഷ്ടപ്പെടുന്നവരെ കെട്ടുള്ളൂ. ഞാൻ അവൾക്ക് ആ പയ്യനെ തന്നെ മതിയെങ്കിൽ അവനെ കെട്ടി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അവൾക്ക് 50 പവൻ വേണം, ഇന്ന മണ്ഡപത്തിൽ വെച്ച് കെട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഉള്ള പിള്ളേരങ്ങനെ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണെങ്കിൽ അവരെ ഇഷ്ടത്തിന് അവർ പോയി കല്യാണം കഴിക്കട്ടെ. 10-21 വയസ്സായല്ലോ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പയ്യനെ അവക്ക് വേണ്ട, അപ്പന്റെ പണവും വേണം, സ്വത്തും വേണം, കല്യാണം നടത്തി കൊടുക്കണം. ഇതൊരു മുടന്തൻ ന്യായങ്ങളല്ലേ? നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ ശരി, കുഴപ്പമില്ല. അവക്കും അറിയാലോ അത്. അവന്റെ സഹോദരിക്ക് 50 പവൻ കൊടുത്ത് അതുകൊണ്ട് ഇവക്കും 50 പവൻ വേണം. അവന്റെ സഹോദരിക്ക് ചിലപ്പോൾ 100 കൊടുക്കും. അത് അവരെ കാര്യം. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടില്ല, അവന് ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. ഞാൻ വാശി പിടിക്കുമ്പോ അവര് പോയി കല്യാണം നടത്തിക്കോളും തന്നെ. 1 വർഷം കഴിയുമ്പോൾ അപ്പച്ചനും അമ്മച്ചിയും കൂടെ കൊച്ചുമക്കളെ കാണാനങ്ങ് ചെന്നാൽ മതി, പ്രശ്നം തീർന്നു, വഴക്കും തീർന്നു. ഇതിനുള്ള പരിഹാരം അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരുതപ്പെട്ടതെല്ലാം അങ്ങനെ തന്നെ ചെയ്യണത്. അവനെങ്കിലും പ്രേമിച്ചെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വാശി പിടിക്കും. നിന്നെ ഞാൻ കെട്ടിച്ചു വരില്ല, ജാതിയുടെ മതത്തിന്റെ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് എനിക്കിഷ്ടമില്ല, ഞാൻ കെട്ടിച്ചു വരില്ല എന്ന് വാശി പിടിക്കും. അവര് പോയി കല്യാണം കഴിക്കും. 1 വർഷം കഴിയുമ്പോൾ കൊച്ചാവും, എല്ലാവരും ഐക്യമായി, പ്രശ്നം തീർന്നു. ഇവിടെ ഇപ്പൊ ഇത് തന്നെ നടക്കുള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെ തോന്നണം അതുപോലെയൊക്കെ ചെയ്യാം. മറ്റു കാര്യങ്ങൾക്കൊന്നും അപ്പന്റെ അമ്മയുടെ സഹായം വേണ്ടല്ലോ. പണം മുടക്കേണ്ട സാഹചര്യം വരുമ്പോ അപ്പൻ വേണം, അമ്മ വേണം. അത്തരം വേദത്തരങ്ങളൊന്നും വേണ്ട. അപ്പൻ പണം മുടക്കണമെങ്കിൽ അപ്പൻ പറയുന്ന കാര്യങ്ങളും നടക്കണം. അതല്ലെങ്കിൽ കയ്യിൽ വെച്ചിരുന്നാൽ മതി.